ഗുഡ് മോർണിംഗ് ഗൈസ്. സോ ദിസ് ഇസ് മമ്മിയുടെ മീ ടൈം. മമ്മി നാമം ചൊല്ലിക്കൊണ്ടിരിക്കട്ടെ, അതിൻ്റെ ഇടയ്ക്ക് ആരും ഒന്നും പറയാൻ പാടില്ല, അല്ലെങ്കിൽ കൈ പച്ചപ്പൊട്ടോടാണോ പച്ച കുങ്കുമൊക്കെ നോക്കട്ടെ. ആണി യൂസ് ചെയ്തിട്ടാ മമ്മിയുടെ വയറൊക്കെ നടന്നിട്ടുണ്ട്, ഫുഡൊക്കെ കഴിച്ചപ്പോ ഇത് ഇപ്പൊ മൂഡ് മാറി. പൊട്ടുവിടാൻ വന്നപ്പോ വേറൊരു മൂടായിരുന്നിട്ട് ആ മനുഷ്യനെ വയറ് വെക്കാൻ പറ്റൂല. ഇപ്പൊ സ്പെഷ്യൽ ഐറ്റം ഒക്കെ ആരാണ് ഗ്ലോ ചെയ്യണ പിന്നെ തേങ്ങ പലതിലും വരും. ഗ്ലോ ചെറുതാണെന്നാലും കറകല്ലേ. ഓക്കെ, ബാക്കി രണ്ടെണ്ണം വേണമെങ്കിൽ എതിർക്കാം. ഓക്കെ. ആ, ഇനി നിങ്ങൾക്ക് ഹിന്ദി മനസ്സിലായ ഗൈസ്. ഒരു കറകലയുണ്ട്, ഒരു വാഴലയുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾക്ക് മമ്മനൊരു ഉമ്മ വെച്ചാലോ പച്ച പച്ചൊക്കെ തൊട്ട് മമ്മനാന് ജോറു ജോറു എന്ന് പറയണ ഒരാള് ഇത് വരണം കോക്കട്ടെ. നല്ല ഭംഗിന്റെ മുഖം. ആരുടെ വെള്ളം മുഴുവൻ വീണ ഗായ്സ്. ഇന്നലെ എന്തൊരു മഴയായിരുന്നു. മമ്മി ഇച്ചിരി കൂടെ പുറകോട്ടാവല്ലേട്ടാ, ചീത്ത തുണികൾ കിടക്കണ് തോർത്തുമ്പള. മൈ ഗോഡ്, സോ ഡർട്ടി. I can't bear it. മഴവെള്ളം മുഴുവൻ ഇങ്ങനത്തെ ഒരു കുടിയാണ് ശിരോണി ഒറ്റ ഓട്ടം. ഓക്കെ ഗൈസ്, ഹിയർ ഈസ് അവർ കറകല, ഹിയർ ഈസ് തേങ്ങ ചിരണ്ടിയത്, ആൻഡ് ഹിയർ ഈസ് ശർക്കര പൊടി. ഇപ്പോഴും നിങ്ങൾക്ക് ഗസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അവർക്ക് മനസ്സിലായല്ലോ. ഡോറ, നിങ്ങൾക്ക് ശർക്കര പൊടി കാണാൻ പറ്റുന്നുണ്ടോ? ജീരകം ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? ഇതിന്റെ ഔട്ടർ ലെയർ അവിടെ ഔട്ടർ ലെയർ ആയിട്ടില്ല, സ്റ്റഫിംഗ് മാത്രമേ. Come on, let's start. Okay. ഗൈസ്, ഇന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട് നിധി. നടക്കാൻ പോയപ്പോ പപ്പ നമുക്ക് നിധിയായിട്ട് വന്നിട്ടുണ്ട്. അരി അരച്ചിട്ടിട്ടാ. അരി പച്ചരി അല്ലേ അത്? നോ, പുഴുങ്ങൽ റേഷൻ അരി. Oh my god, we are still using ration rice. My god, in my entire life ഞാൻ ഒരിക്കലും കഴിച്ചില്ല. അതേ കഴിച്ചിട്ടുള്ളൂ. എനിക്ക് റേഷനരിയുടെ മണം മണത്ത് മനസ്സിലാവും. റേഷനരിയാണ് കഴിക്കാൻ. നമ്മുടെ അപ്പൂപ്പന അതിന്റെ അപ്പൂപ്പ മുതലേ അങ്ങനത്തെ മണം ആണല്ലേ. ഇപ്പൊ ഉള്ളതല്ല റേഷനരിക്ക് മണം. അറ്റ്ലീസ്റ്റ് വി ആർ വെഡിങ്. നോക്കട്ടെ, അപ്പോഴേ ചിലപ്പോ ശരിയാവുള്ളേ. ഇനി അതിന്റെ ടേസ്റ്റ് വരും. My god, mom, this is not fair. അമ്മ 3 മിക്സി ആണ് മേടിച്ചേക്കണത്, 3 കുക്കറാണോ? 3 കുക്കർ. ഓക്കെ, അത് അലൂമിനിയം. ഏത് കുക്കറാ? ക്യാ ബാത് കർ രഹി ഹൈ? തോന്നുന്നു കേട്ടോ, ഇൻഡാലിയം ആണോ അലൂമിനിയം ആണോ പറഞ്ഞോട്ടോ. ഇൻഡാലിയം മീൻസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ, സ്റ്റീലും അലൂമിനിയം മിക്സാ. ഓ, കുറച്ചിട്ടാ. നല്ല ഉപ്പ്. മമ്മിയുടെ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് എടുത്ത ഞാൻ കണ്ട്. ഇത് വെച്ചെടുക്കാൻ പറ്റില്ല, കുഴച്ചോണ്ടിരിക്കുക. Okay, fine. You can take help from me. I can help you. ഇത് ദോശയായി പോന്ന് പറഞ്ഞൂടാ. എല്ലാം നിക്കണോണ്ട് കൂടുതലും കൊതി വന്നാ നിക്കക്കള്ളില്ലാണ്ടായ സഹിക്കണില്ലാന്ന് പറഞ്ഞ. എല്ലാം കുറച്ച് ചെറുതല്ലേ. क्या हुआ? नहीं अच्छा हो रहा? अच्छा है, ഒന്ന് ഇതാക്കി എടുക്കാം. അപ്പൊ ടേസ്റ്റ് കിട്ടും. ऐसा है का? Okay, ഇനി സ്റ്റഫിംഗ് മിക്സ് ആക്കി കൊണ്ടിരിക്കുക. ഗുഡിയ. Sure, you can do it. അല്ല, ഒരു മിനിറ്റ് ഇരിക്കട്ടെ. Fine. I mentioned. കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ ഇത് പറയും. പാവം ഗൈസ്, എന്നെ നല്ലോണം അവർ സഹിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണോ ഇവിടെ? അപ്പൊ അത് 10 ഇരിക്കട്ടെ. അമ്മ പക്ഷേ
പക്ഷെ വാട്ട് ഐ ആം ആസ്കിങ് മമ്മി, നമ്മൾ ഇങ്ങനെ പരത്തി സ്റ്റഫിങ് വെച്ചു, അപ്പൊ ഈ ലെയർ എന്താ അതിന്റെ മുകളിൽ തന്നെ വീഴാത്ത? അതിന്റെ മുകളിലല്ലേ വീഴണേ. അമ്മ മടക്കിയില്ലേ മറ്റത്? അപ്പൊ ഇലയല്ലേ സ്റ്റഫിങ്ങിന്റെ മുകളിൽ വന്നേ? ഇങ്ങോട്ട് വെക്കുമ്പോ 2 മടക്കാകുമ്പോ കനം കൂടും. ഓ, സിംഗിൾ ലെയർ ആയിട്ടാ? അപ്പൊ സ്റ്റഫിങ് പക്ഷെ മുകളിൽ തന്നെ ഇരിക്കൂലേ? കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കുമല്ലേ? നല്ല വെറൈറ്റി ഇൻവെൻഷൻ ഡിസ്കവറി ഒക്കെ ചെയ്ത ഒരാള്. ഇടി മമ്മി ഒരുമാതിരി ഗാർലിക് ബ്രെഡ് പോലെ മുകളിൽ തന്നെ സ്റ്റഫൊക്കെ ചെയ്ത് റെഡിയാക്കി. ഓപ്പൺ സ്റ്റഫിങ്. ഏ ഭഗവാൻ, അത് മമ്മി അല്ല ഇന്ന് പോയി പണി നോക്ക്. എനിക്കറിയാം മമ്മി ആരെ പിടിപ്പിക്കാൻ പോവാണ്. എനിക്ക് തോന്നി ഒരു കൂസലുണ്ടോ നോക്ക്. മനസ്സിലാവോന്നറിയാലോ എന്ത് ഇതങ്ങനെ ഉണ്ടാക്കിയത്. അത് ഞാൻ തന്നെ തിന്നു നോക്കണോല്ലോ എങ്ങനെയാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇതിങ്ങനെ മടക്കണം. ശരിയാണ്, മനസ്സിലായില്ലേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്? അല്ലെങ്കിൽ ഇപ്പൊ എല്ലാം റെഡിയാക്കിയാ ഞാൻ നോക്കി. ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്. ബട്ട് എക്കത്തിന് ഒരു രീതിയിലോ ലെയർ കട്ടിയാവും പറഞ്ഞ് നേരത്തെ ഒരു ശാനം മതിയല്ലേ. ചീത്തൊക്കെ പറഞ്ഞ ഇനി ഒരു കാര്യം, ഒരു നാട് വാഴയില ഉണ്ടാക്കിട്ടേ കറുകല ഉണ്ടാക്കും. പിന്നെ ഓക്കെ, ഇതിനിങ്ങനെ ചെയ്യല്ലേ? സാരില്ല, മതിയല്ലോ. അതെങ്കിലും ഉണ്ടല്ലോ. അതെ, അത് ശരി. നമ്മുടെ വീട്ടിലുണ്ടായതാ ഗൈസ് കറുകല. കണ്ടില്ലായിരുന്ന ഇവ മമ്മി പറിക്കാൻ പോയതല്ലേ? അതോടാ വേറെ വെക്കണ ഉള്ളില് ശരിയാവൂലടോ. അമ്മ അങ്ങനല്ല, ആദ്യം പ്ലേറ്റിൽ പരത്തിയിട്ട് അങ്ങോട്ട് കയറ്റി. ഇങ്ങനെയല്ലേ? അപ്പടി കൂടി ഉണ്ടാക്കി. കിളിക്കൂട്. ഹായ് കണ്ട് ഗൈസുണ്ട്. കുഞ്ഞു കൈ വെച്ചുണ്ടാക്കിയൊക്കെ കണ്ട് ഗൈസ്. എനിക്കിഷ്ടായി. ചിത്താക്കി വിട്ടെ. പണ്ട് പ്ലാവ് വെച്ച് ഇങ്ങനെ എന്തോ ചെയ്യണം എനിക്ക് ഓർമ്മയുണ്ട്. കഞ്ഞിയും കറി. കുഞ്ഞുണ്ട് ടാലന്റ് അമ്മ കാണട്ടെ. അച്ഛൻ വീണ്ടും കാണിച്ചെന്ന് തുറന്നു ന്നൊക്കെ പറഞ്ഞ മാത്രം കഴിക്കുമല്ലോ. ഞാൻ കഴിക്കും. നീ കഴിച്ചോ? ചോറ് വേണ്ടേ? എന്തിനെല്ലാം കൂടെ ഒക്കെ എന്തോരം കാബ്ജാണ് ത്രൂ ഔട്ട് ദ വീക്ക്. 10 മിനിറ്റ് വെന്തോട്ടെ കേട്ടോ. ഓക്കേ, കഴിഞ്ഞു ഗൈസ്. ഇത് 2-3 ദിവസമായി എന്റെ കൺമുമ്പിൽ ഇരിക്കുന്നു. എനിക്ക് സഹിക്കുന്നില്ല. ബിക്കോസ് ഇതൊരു ചൈനീസ് മഞ്ചൂരിയൻ ഫ്ലേവർ ആണ്. ഇതെപ്പോഴും ഇങ്ങനെ തോറ പോലെ എന്തിനാ തുറന്നു പോണം കുണ്ടം പിടിക്കാനായിട്ട്? പിന്നെ അടയ്ക്കാൻ പാടാണ്. എങ്ങനെയുണ്ട്? മഞ്ചൂരിയന്റെ ഫ്ലേവർ ഒന്നുമില്ല കേട്ടോ. പക്ഷെ ഒരു സ്പൈസി, പുളി, എരിവ് അങ്ങനെയൊക്കെ കൂടെ മിക്സ് ആകുമ്പോൾ ടേസ്റ്റ് വരില്ലോ. അതുപോലെ ഇതൊന്നും മമ്മിക്കും പപ്പയ്ക്കും പിടിക്കൂല. അവർക്ക് നെഞ്ചെരിവ് എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഞാൻ കുറച്ച് വയ്ക്കും. ചിലപ്പോൾ ചോറുണ്ട് കഴിയുമ്പോൾ മമ്മിക്ക് ചിലപ്പോൾ തിന്നാൻ തോന്നും. ഞാൻ പകുതി പോയൊക്കെ വന്നു കൂട്ടെ. ആൻഡ് ഉച്ചയ്ക്ക് തന്നെ ഞാൻ പപ്പോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് ഡിന്നർ എൻ്റെ ഡ്യൂട്ടിയാണ്. ഫുള്ളല്ല കഴിച്ച് ഉണ്ടാക്കണ ഭാഗം മാത്രം. ബാക്കി ആട്ട കുഴച്ച് വെച്ച് റൊട്ടിക്ക് വേണ്ടി പപ്പ തന്നെ, പിന്നെ ഉണ്ടാക്കേണ്ട ഐറ്റത്തിന് വേണ്ടി എല്ലാം അരിഞ്ഞു വെച്ചതും പപ്പ തന്നെ. ജസ്റ്റ് ഞാൻ എൻ്റെ മാജിക് ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇന്ന് ഫൈനലി ഞാൻ മമ്മിക്കും പപ്പയ്ക്കും ഫോർ ദ ഫസ്റ്റ് ടൈം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പോവാം. ഐ മീൻ ഞാൻ ഉണ്ടാക്കാൻ പോവാണ് പനീർ ഭുർജി. അവർ എല്ലാം മോസ്റ്റ്ലി പനീറിൻ്റെ ഐറ്റംസ് കഴിച്ചിട്ടുണ്ട്. ബട്ട് പനീർ ഭുർജി അവർ കഴിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കി
അവരെ എന്റെ ഫാൻ ആക്കി മാറ്റുന്നുണ്ട്. ഓ മൈ ഗോഡ്, ഞാൻ എന്തൊരു എസ്തറ്റിക് ആക്കി വെച്ചതായിരുന്നു ഗൈസ്. ഇവിടെ മമ്മിയുടെ ചിരട്ടയും ചെമ്പരത്തി പൂവും കൊണ്ടുവച്ച് ഫോർ അവർ ഗ്ലോ ഡ്രിങ്ക്. ഓക്കെ, നമ്മന്റെ പനീർ സോ ഇത് 1/2 കിലോ ഉണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കാം നമുക്കൊരു 300 ഗ്രാം എടുക്കാം പെർ 100 ഗ്രാം. അപ്പൊ നല്ല 22 ഗ്രാം ഓഫ് പ്രോട്ടീൻ. അപ്പൊ 3 പേർക്ക് 300 ഗ്രാം. സോ ലെറ്റ്സ് ചെക്ക് ആൻഡ് മേക്ക്. ഊഹത്തിന്റെ മെഷർമെന്റിൽ ഇവിടെ മുറിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാൻ, ബിക്കോസ് ഈ ഒരു പനീർ ഇതുവരെ കഴിച്ചിട്ട് നല്ലൊരു കഴിച്ചു. ഞാൻ വേഗം ഉണ്ടാക്കട്ടെ, കാരണം ഫുഡ് കഴിക്കാൻ സമയം ഞാൻ കാരണം ലേറ്റ് ആയി പോകും. നമ്മളുടെ പനീർ ഭുർജി റെഡി. റൊട്ടി ഉണ്ടാക്കാം. സ്ട്രോങ് മൂമെന്റ്, റിവ്യൂ ടൈം. സത്യം പറഞ്ഞോട്ടാ ഉള്ളത്. ബോൺ അപ്പറ്റിറ്റ്. सच में अच्छा, सच्ची बोलना, एकदम सच. मजा आ गया है ना. इसमें ना थोड़ा नींबू डाल के अगर खाओगे ना, वैसे खाते तो वैसे ये थोड़ा नींबू डालते हैं. ഇപ്പുറം മാത്രം ഇട്ടു, മുഴുവൻ കുറെ ഒഴിക്കണ്ടാട്ടാ. മതി 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 മതി. ഇച്ചിരി അങ്ങനെയാണ് അതിന്റെ കോമ്പിനേഷൻ. एकदम पतला रोटी है. ഇപ്പൊ നോക്കിയേ, अलग टेस्ट नहीं है ना. कौन सा ज्यादा अच्छा है? नींबू वाला ना. देखा അതിന്റെ കോമ്പിനേഷൻ അങ്ങനെ. അപ്പോഴും പ്രോട്ടീൻ അബ്സോർബ് ആണ്. ക്യാൻ യു സീ ഗൈസ് amount of ചൂട് ഹിയർ. ആൻഡ്രു ചൂടാകൂ. Okay guys, here is our dinner. Bon appetit. കഴിച്ചോളാം. പപ്പയ്ക്ക് വേണമെങ്കിൽ എടുത്തോ. ഉപ്പല്ല എന്തിനാ ഏക്കതിന് ഉപ്പ് പിച്ച് കിട്ടാറായിട്ടുണ്ട് എൻ്റെ. സലാഡ് ഉണ്ട് കഴിച്ചു വിടാം നമുക്ക്. നല്ല ഉപ്പില്ലാണ്ട് ഗൈസ് കഴിക്കണം. നോക്കിയത് നല്ല ഗൈസ്. വെള്ളത്തിലിടാ. എന്താ അവിടെ ഇപ്പഴി ചോറ് ഞാൻ എടുത്തില്ല മുഴുവൻ. നല്ല ചീട്ട പോക്ക മേടിച്ചത്. മോർണിംഗ് ഗൈസ്, നമുക്കിവിടെ മെഷറിംഗ് കപ്സ് ഉണ്ട്. എനിക്ക് ഓർമ്മയില്ലായിരുന്നു കേട്ടാ ഈ ഗ്രീൻ കളറിന്റെ എക്സിസ്റ്റ് ഉണ്ടെന്നുള്ളത്. ഇതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടാ. ബാക്കിയൊക്കെ 2/3 കപ്പ്. അതൊക്കെ നമുക്കിത് 2 മതി. 1/2 and 1 കപ്പ് കേട്ടാ. ഓ മൈ ഗാഡ്. ഓക്കെ, നമുക്കിതൊന്ന് വേഗം കഴുകാം. ഇല്ലേ എണ്ണ ഇടാട്ടാ. ഞാനൊരു 20 പീസ് ഇടാന്നാ വിചാരിക്കണം. 18, 19 ഒരെണ്ണം കൂടി. 1 more ബസ് ബസ്. It's cooking. കുമ്മോനും പറയൂല. ഇനി ഇഡ്ഡലിയൊക്കെ. അമ്മയ്ക്കൊരു ഇഡ്ഡലി തരുമോ മോൻ? തരോ. ഇത് അമ്മേന്. അതമ്മ അല്ല നിന്ന ഫ്ലോട്ട് ചെയ്യണ സവാളയുടെ വെള്ളമാണോ? അത് എണ്ണയാണ്. കൊറച്ചൊക്കെ ഒഴുക്കി. ബാക്കി വെള്ളമാണ് ഒഴിച്ചു. സാധനം ഒരു കുറവും വരുത്തരുത് കേട്ടാ. കളക്ഷൻ. Oh my God, ഞാൻ കുളിച്ചിട്ടില്ല, പല്ലച്ചിട്ടിട്ട്. ഇന്ന് രാവിലെ ഞങ്ങൾ രണ്ടൊരു മോളിൽ ടെറസിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടാ യോഗ ചെയ്യാനായിട്ട്. ആക്ച്വലി ഞാൻ നിങ്ങളെ കൊണ്ട് പോയില്ല, ബിക്കോസ് ഞാൻ തന്നെ ഡൗട്ടിലായിരുന്നു. മഴയൊക്കെ പെയ്തോണ്ട് നനവിൽ ചെയ്യോ ഇല്ല. വെറുതെ പൊഴുകി തിന്നു. അമ്മയ്ക്ക് വേണം 2 ഒന്നും ഇടൂല. ഉപ്പും മുളകും ഇട്ട് വേണം തരണേക്ക് തരാം. പിന്നെ പറയരുത് ഞാൻ തന്നില്ല. So this is our breakfast. Okay guys, ഞാൻ അവിടെ ഇരിക്കുമ്പോഴേ എനിക്ക് പെട്ടെന്ന് ജനലിന് സ്മെല്ലൊക്കെ വന്നു. What's going on? Oh my God, lots of പുക. Oh my God, എന്ത് പറ്റി? എന്താ കിട്ടും ഇതില്? Oh my God. See guys, അതിനകത്ത് ആരെങ്കിലും നിങ്ങൾക്ക് കാണാമോ? കശുവണ്ടി മാറിക്കോപ്പ. Oh my God, അണ്ണാക്കി കയറല്ലേട്ടാ.
എത്ര നേരം കൊണ്ടാ അപ്പൊ ഇതാവണേ? ഏമിയ നമുക്ക് ഏത്തപ്പഴം ചുടാൻ ഗൈസ്. വാ ചുട്ട് തിന്നാ പണ്ട് ഗൈസ് അമ്മൂമ്മയുടെ തറവാടുണ്ടായിരുന്നു. അപ്പൊ അമ്മൂമ്മയും മുത്തച്ഛനും ചിറ്റൊക്കെ ഇതുപോലെ അടുപ്പില് ഏത്തപ്പഴം ചുട്ട് വരുമായിരുന്നു. എത്ര നാളായി കഴിച്ചിട്ട്. എന്തോരാ ഓ കൈ പൊള്ളിയപ്പാ. ഇന്ന് നല്ല ചൂടുണ്ട് ഗൈസ്. പതുക്കെ പതുക്കെ ചെയ്യാം. ഇത് മണക്കുമ്പോ അമ്മൂമ്മയുടെ തറവാട് ഓർമ്മ വന്നു ഗൈസ്. ഇങ്ങനെ മസിൽ മെമ്മറി. വട്ട് കുറച്ച് കരിയൊക്കെ അതുമ്മ വരണം, അപ്പോഴാ ടേസ്റ്റ് വരാം അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടം ഇങ്ങനെ? എനിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ. ഞാൻ എത്ര കൊല്ലം കഴിഞ്ഞാൽ കഴിക്കണം എന്ന് പറയാം. കൊതി വരലണ്ട. ലൈഫ് ബിഫോർ എയർ ഫ്രയർ, ഓവൻ, മൈക്രോവേവ്. ഈ 3 സാധനമില്ലാത്തതിൻ്റെ ഗൈസ്. എല്ലാരും കഴിച്ചു. പാപ്പാ ഒരു പീസ് വേണ്ട. ചുട്ടത് വേണ്ട. 2 പേർക്കും വേണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ തിന്നു. എത്താൻ പൊട്ടിക്കോളും. കഴിഞ്ഞു ഗൈസ്, കഴിഞ്ഞു. And here is collection. Good job papa. By the way guys, എനിക്ക് നാളത്തെ ടിക്കറ്റ് സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നാളെ തിരിച്ചു പോവാണ്. സോ ഗുഡ് മോർണിംഗ്. ഇതൊരു സംഭവം ഉണ്ടായിട്ട് ആക്ച്വലി വീട്ടിൽ പാടുപെടണ്ടെന്ന് വിചാരിച്ചിട്ട് പപ്പ പുറത്തുനിന്ന് ഇടിയപ്പം കൊണ്ടുവരാന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് ഇടിയപ്പം കിട്ടിയില്ല. അപ്പൊ ഇവിടെ പാടുപെട്ട് ഇടിയപ്പം ഉണ്ടാക്കി. ആൻഡ് ഗസ് വാട്ട് കൈൻഡ് ഓഫ് ഇടിയപ്പം വി ഗോട്ട്. ഇത് നോക്കിയേ ഗൈസ്, ഇത് എന്തിനാണിത്? ഇതെന്തോ ഒരു ഇത് എന്തോ ഒരു അപാകത പിടിച്ച അരിപ്പൊടിയാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കണം. ഫ്രീയില് കിട്ടിയെന്നും പറഞ്ഞ ഫ്രീയില് കിട്ടണമെന്നും പറഞ്ഞിട്ട് കാണിക്കണം. നോക്കിയേ, ഇത് ഗൈസ് നമുക്ക് ഒരാളുടെ തലയിലിട്ട് അടിക്കാൻ പറ്റും. അതുപോലെ ഇത് റഫ് സ്ട്രോങ് ഇൻഡിപെൻഡന്റ് ഇടിയപ്പം. ദേ കണ്ട. സോ ഇതിപ്പോ ഉണ്ടാക്കണം എന്തിനാന്നുള്ളത് എനിക്ക് ട്രെയിനിൽ കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പൊ ശരിയാവണില്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പ്ലാൻ ക്യാൻസൽ ആക്കിയിട്ട് വേറെ ഇന്ന് നടക്കണ്ടേ? ഇരട്ടി പണിക്ക് ഓർഡർ ചെയ്യും. എന്നിട്ട് കൈ ഇറിറ്റേറ്റ് ആയിട്ട് എന്നെ കിട്ടും വിശന്നിട്ട്. ഞാൻ പറഞ്ഞ വല്ലതും നമ്മള് വീട്ടിൽ പാടുപെടാണ്ടിരിക്കാനാണ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കാന്ന് വിചാരിച്ചത്. എന്നിട്ട് അതിന്റെ പാട് പെടുകയും ചെയ്യും. എന്നിട്ട് മമ്മി പിന്നെ കൺട്രോൾ ചെയ്തത് ഇന്ന് പോവല്ലേ, അതുകൊണ്ട്. അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല കേസ്. എന്റെ വോട്ടിന്റെ ഇവിടെ നേതേ ഇവിടെ സ്കിൻ ഭാഗമില്ല, അത് പോയി. നെയിൽസ് മാത്രമേ ഉള്ളൂ. എന്നും നമുക്ക് കളക്ഷൻസ് ഉണ്ട് ഇവിടെ കാണുന്നുണ്ടല്ലോ. നമ്മളിതൊക്കെ തന്നിട്ടേ പോകുള്ളൂ ഗൈസ്. നമുക്ക് ഫ്രിഡ്ജിൽ കുറച്ച് വേറെ ആൾക്കാർ വെയിറ്റ് ചെയ്യണുണ്ട്. ലൈഫ് ഷോ കോൺകോക്ഷൻ. ഇത് ഗൈസ് കുറെ നാരങ്ങ അത് പിഴിഞ്ഞേക്കാം കേട്ടോ. കാരണം ഞാൻ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും മേടിക്കൂലല്ലോ. അപ്പോൾ ഒരു കുപ്പി നിറച്ച് മമ്മി എനിക്ക് നല്ല അടിപൊളി നാരങ്ങകൾ ഉണ്ടാക്കി തരും. കാരണം സ്നേഹം അഞ്ച്. പക്ഷെ വിശക്കുമ്പോ എന്തോ ഒരു വള്ളിയൊക്കെ ആവും. നാഗവല്ലിയാണ് എന്ത് കലിവള്ളിയൊക്കെ ആയി മാറും. സോ മമ്മി നല്ല അടിപൊളി നാരങ്ങകൾ ഉണ്ടാക്കും ഗൈസ്. എല്ലാവരും ഫാനാ മമ്മിയുടെ ലെമൺ. നല്ല നാരങ്ങകൾ ഉണ്ടാക്കും. ടേസ്റ്റി അമ്മി. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തേക്കാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഉണ്ടാക്കി പാടുപെടണ്ട വെറുതെ.
ബിക്കോസ് അന്ന് അട കഴിച്ചപ്പോഴാണ് മമ്മിക്ക് വയറ്റിന് പ്രശ്നം വന്നിരുന്നത്. സോ ഗസ് വാട്ട്, ഇത്ര ഇടിയപ്പം കഴിച്ചാൽ എന്തായാലും വരൂല. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് മമ്മിയുടെ ഇച്ചിരി നോക്കി കണ്ട് കഴിച്ചാൽ മതി കേട്ടോ മമ്മി. എന്നിട്ട് നല്ലോണം ചൂടുവെള്ളം കുടിക്കണം, അജോ കഴിക്കണം. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ ട്രെയിനിൽ എന്നാലും ഇത് വെറുതെ പിഴിഞ്ഞ് പാടുപെടാന്ന് മാത്രമേ ഉള്ളൂ ഗൈസ്. കാരണം എന്താ പപ്പ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ട കുറെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് വേറെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ട്രെയിനിൽ വെറുതെ റിസ്ക് എടുക്കണ്ട. അപ്പൊ അതുപോലെ റിസ്ക് എടുക്കണമെന്നില്ല. പാടല്ല ഈ പിഴിഞ്ഞ് ശരിയും ആവണില്ല. സോ ബെറ്റർ വല്ല റൊട്ടി കൊണ്ടുപോക്കോളാം അല്ലേ മമ്മി? നല്ല പറാഠ ഉണ്ടാക്കി കഴിഞ്ഞാലല്ലേ ഗൈസ് അതിന് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് അതിന്റെ മുകളിൽ ഇത് അടിപൊളി കടലക്കറി. ഇതിന്റെ ഫേവറേറ്റ് ഗൈസ്. മമ്മി മേക്ക് ദ തക്കര. ഇതൊരു മാതിരി ഗൈസ് സിമെന്റ് എടുക്കണ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ തേങ്ങ ഗാർണിഷ് ചെയ്യാം. നമുക്ക് എടുക്കാം വാഴക്ക. എനിക്ക് വയ്യ നോക്കിയിരിക്കാം. മമ്മി പപ്പ സ്വയം പ്രോട്ടീൻ ഇൻടേക്കിന്റെ കാര്യം മര്യാദക്ക് നോക്കൂല. ബട്ട് മോളുടെ പ്രോട്ടീൻ ഇൻടേക്ക് സമയത്തിന് നടക്കണം. അത് ടേക്ക് കെയർ ചെയ്യും. സെമന്റും കട്ട വിത്ത് കടലക്കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും? ബോൺ അപ്പറ്റീറ്റ്. ടേസ്റ്റ് നൈസ്. കുറച്ച് ഡ്രൈ ആണ്, ഹാർഡാണ്. ടേസ്റ്റ് കൊള്ളാം. നല്ല ആള് പാടം പിടിച്ച് നിർത്തണ്ടായിരുന്നു, ചൂടാക്കിയ. ഗൈസ് മമ്മി മമ്മിയുടെ ഫ്രണ്ട്സിന് ഫുഡ് വെക്കാൻ പോവാ. ഈ ചാര കാക്കയ്ക്ക് ഫുഡൊക്കെ കൊടുക്കണേ. കാക്കയ്ക്കെന്നും പറഞ്ഞിട്ട് ആരൊക്കെയാണ് എന്നിട്ട് വന്നത്? അണ്ണാൻ വരും. പിന്നെ ആര് വരും? ഇവിടെ ഈ ഒരു ഭുജി ഉണ്ടാക്കാൻ സ്ഥലമുണ്ട്. ബട്ട് നമ്മൾ ഇത് വെച്ചിട്ട് പോയി മോമോസ് ഉണ്ടാക്കും. ഇവിടെ എന്തായാലും ആവശ്യമില്ല. ലുക്ക് സോ ഗുഡ്. ഗൈസ് ഒരു സൂപ്പർ ഫ്രഷ് ഗ്ലോ അപ്പ് ഒക്കെ കഴിഞ്ഞിട്ടാ. നൗ ഇറ്റ്സ് ടൈം ടു പാക്ക് അവർ ലഞ്ച്. മമ്മി പപ്പ ഓൾറെഡി അവിടെ ബിസിയാണ് നമ്മുടെ ലഞ്ച് പാക്ക് ചെയ്യാൻ. സോ ലെറ്റ്സ് ഗോ. എനിക്ക് എന്തോ മൂഡ് ഔട്ടായി. പാപ്സി എന്താ ചക്ക? ആൻഡ് പപ്പ ഈസ് ടേക്കിംഗ് വാഴല ഫോർ പൊതിച്ചോൾ. പോണ്ട ബട്ട് പോയേ പറ്റും. നമുക്ക് ചക്ക തിന്ന് മൂഡ് സെറ്റാക്കാം. എന്താ മാം? ഞാൻ എൻ്റെ ഇൻഡിപെൻഡന്റ് അലോൺ ലൈഫിലോട്ട് തിരിച്ചു പോവാ. തിരിച്ചു പോകണം. ഞാൻ അവിടെ പോയിട്ട് ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത മമ്മിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം മിനിറ്റ് ടു മിനിറ്റ് എനിക്ക് മമ്മിയുടെ വില മനസ്സിലാവുന്നുണ്ടാണ്. ചക്ക എനിക്ക് എന്താണെന്നോ ഭയങ്കര ഉറക്കം തോന്നണം. ഇന്നലെ അമ്പലത്തിലേക്കൊക്കെ പോയിരുന്നല്ലോ നമ്മള്. ഇന്നലെ നമ്മള് കുട്ടിയാരമ്പലം പോയിരുന്നു വൈകുന്നേരം വരെ, രാത്രി വരെ. എന്നിട്ട് രാത്രി കുറച്ച് ലേറ്റാ വന്നിരുന്നത്. ബോൺ അപ്പറ്റീറ്റ്. ഉറക്കമുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ് ആൻഡ് പാക്ക്. No, I am independent, responsible, career-oriented girl. നമുക്കിത് പറഞ്ഞുകൊണ്ട് പാക്ക് ചെയ്യാം. ലെറ്റ്സ്. എല്ലാം കോലം കെടുത്തി വെച്ചിട്ടാണല്ലോ. ഞാനിവിടെ കുറച്ച് വൃത്തിയാക്കും. ഈ പാവം മമ്മി മുഴുവൻ ചെയ്യണമെങ്കിൽ എല്ലാം നാളെ മമ്മിയാണ് ചെയ്യാറ്. എന്നിട്ട് മമ്മി വായിക്കാൻ മുഴുവൻ എന്നെ കേൾപ്പിക്കുകയും ചെയ്യും. ഓക്കെ, സോ നൗ ലെറ്റ്സ് സ്റ്റാർട്ട് പാക്കിംഗ്. അപ്പോൾ എന്താ പറയാമോ? പപ്പ എനിക്ക് 3 തരത്തിൽ നൂഡിൽസ് മേടിച്ചെന്ന് തന്നിട്ടുണ്ട്. പിന്നെ പപ്പയ്ക്ക് ആദ്യം നല്ലോണം അറിയണത് ഈ ഒരു മാഗി ആയിരുന്നു. അത് വളരെ വെജിറ്റേറിയൻ ആയിട്ട് ഇത് രണ്ടും. ഐ തോട്ട് ഇതിൻ്റെ പായസം ഉണ്ടാക്കാൻ പറ്റിയില്ല, ടൈം കിട്ടിയില്ല. അതുമല്ല നമ്മുടെ വിഷുവിന് ഓൾറെഡി ഒരു പായസം ഉണ്ടായിരുന്നുണ്ട്. സോ അതുകൊണ്ട് ഇത് ഉണ്ടാക്കി നമുക്ക് വീണ്ടും ചുമന്നുകൊണ്ട് പോവാം. കാരണം ഇവിടെ മമ്മി പപ്പ ഇത് യൂസ് ചെയ്യില്ല ഫോർ ഷുവർ. സോ നമുക്കിത് അവിടെ പോയി ഉണ്ടാക്കാം. ഓക്കെ, എൻ്റെ ഇത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, ധോത്തി സാരി ആൻഡ് ടോപ്പ്. ഒരു ജോഡി കൂടെ ഉണ്ട്, അത് കാണാനില്ല. പക്ഷെ ഇത് ഒരെണ്ണം ഞാൻ എടുത്ത് വെക്കേണ്ട. എന്തായാലും എനിക്ക് പാകം ആവില്ല. സോ ഇതിനനുസരിച്ച് ഞാൻ സ്ലിം ആവണം ഗൈസ്. ആദ്യം എനിക്ക് എന്തോ ഒരു മൂഡ് സെറ്റ് ആവണില്ല ഗൈസ്. എന്തോ ഒരു
യുനോ സാധനങ്ങൾ മറക്കരുത്. അതുകൊണ്ട് ഓണ വിഷമമുണ്ട്. പിന്നെ അവിടെ പോയിട്ട് കുറേ വർക്കുണ്ട് ബ്രോ. എത്ര നാളായി ഞാൻ ഒന്ന് വർക്കൗട്ട് ഇട്ട് മര്യാദയ്ക്ക്. ഇവിടെ വന്നിട്ട് ആകെ കഷ്ടിച്ച് 3 ദിവസം ഞാൻ നല്ലോണം വർക്കൗട്ട് ഇട്ടുള്ളൂ. ഈ റൂട്ട്സിൻ്റെ ഷാമ്പൂ ഇല്ലേ നമ്മുടെ ഒജി അതും പിന്നെ ഹെയർ ഓയിൽ ഇത്താണ് കിട്ടി. 2 കുപ്പിയെ കിട്ടിയോളൂ. ബാക്കി നമുക്ക് പിന്നെ മേടിക്കാം. 4 എണ്ണം മതിയോ. പിന്നെ പാൻറ്റി ലൈനേഴ്സ് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട് ബാഗിൽ. പിന്നെ ഈ 2 പ്രോട്ടീൻ ഷേക്ക് ബാക്കിയുണ്ട്. പിന്നെ ഇത് 2 എണ്ണം ബാക്കിയുണ്ട്. ഇത് ഞാൻ കൊണ്ടുപോകാൻ ഇവിടെ കുടിക്കില്ല കേസ്. ഞാൻ വച്ചിട്ട് പോകുള്ളൂ. അത് പൂപ്പൽ പിടിച്ച് ഇവിടെ കിടക്കും. ഒരെണ്ണം ട്രെയിനിൽ കുടിക്കാം, ഒരെണ്ണം നമുക്ക് ഇതിനകത്തേക്ക് പാക്ക് ചെയ്യാം. കണ്ണാടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വാൽക്കണ്ണാടി നല്ല എസ്തെറ്റിക് നല്ല ലുക്കാണ്. ഞാൻ അവിടെ പോയിട്ട് കാണിക്കാം കേട്ടോ. എന്താ ആ സ്പോട്ട് ഇതിവിടെ ഇരിക്കുകയായിരുന്നു ഇത്ര നാളായിട്ട്. ഞാൻ നാട് കിടക്കാൻ പോകും. സോ ഇതെടുത്ത് വെക്കാൻ ഓക്കെ. എൻ്റെ വയർഡ് ഇയർഫോൺസ് ഇവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. സോ ഇത് ഞാൻ കൊണ്ടുപോകാം. മമ്മിയുടെ എൻ്റെ അടുത്ത് ഇരിക്കുന്നത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അവിടെ പോയി അതെ നമ്മുടെ അങ്ങനെ മാറിപ്പോയി. പാഡഡ് ആയിട്ടുള്ള ഒരു ഇങ്ങനെ കോളം ഉണ്ട്. അതിനകത്താണ് ഞാനിങ്ങനെ പൊട്ടണ പോലത്തെ ഐറ്റംസ്, ഹെയർ ഓയിൽ, ഇപ്പോൾ ആൻറ്റി മിറർ അതൊക്കെ എടുത്ത് വെക്കണേ. ഓക്കെ, ഇവിടെ കുറച്ച് കുറുക്കുപൊടി ഇരിപ്പുണ്ട്. അത് കൊണ്ടുപോകണം. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ടിഷ്യൂല് ഡിവൈഡ് ചെയ്ത് വെക്കണം. ഒന്ന് ഫുഡിൻ്റെ കുളത്തിൽ, പിന്നെ ഒന്ന് ഈ ബാഗിലിട്ടാൽ നമുക്ക് എപ്പോൾ എവിടെയാണ് ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ല. സൂപ്പർ യൂൻ്റെ 5 ഗ്രാം പ്രോട്ടീൻ തന്നെ വേഫർ ബാറാണ്. എനിക്ക് വേഫർ ബാർ പ്രോട്ടീൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. നോർമൽ പ്രോട്ടീൻ ബാർ ഉണ്ടാവില്ല ഫഡ്ജി ആയിട്ടുള്ള, അതിനെക്കാട്ട് കൂടുതൽ ഇഷ്ടം എനിക്കിങ്ങനെ വേഫർ ബാറാട്ട. മിനി ബാർസ് പാലക്കിൻ്റെ നമ്മൾ ട്രെയിനിൽ വെച്ച് കഴിച്ചില്ലേ ഗ്യാസ്, അതിനകത്ത് തന്നെ വേറെ വേരിയൻസ് ഇട്ടാ. സോ കുറച്ച് നമുക്ക് എടുക്കാം, കുറച്ച് മമ്മിക്ക് മതി. ചെന്നാ ജോർഗളം ഇത് കൊണ്ടുപോകണം നല്ലത്. ട്രെയിനിൽ കഴിക്കാൻ എനിക്ക് തോന്നണുള്ളത് പോരാണ്ട് എനിക്ക് വയറിന് അല്ലെങ്കിൽ തന്നെ ഇച്ചിരി അപാകത തോന്നുന്നുണ്ട് ബിക്കോസ് ഓഫ് 2 days ഇടിയപ്പം. പവർ ബാങ്ക് ചാർജർ കുത്തി വെക്കണം. മമ്മി എനിക്ക് വേണ്ടി മാല അടിച്ച ഗൈസ് കൊടുങ്ങല്ലൂർ പോയപ്പോൾ. എന്തൊരു നോക്കിയേ, സോ ക്യൂട്ട്. നോട്ട് മൈ ടൈപ്പ് ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത്രയും മതി. ഞാൻ കൂടുതലല്ലെങ്കിലും വയ്ക്കാറില്ല ട്രാവൽ ചെയ്യുമ്പോഴേ. ഈ സ്റ്റോളൊക്കെ ഇട്ടിരുന്നു ഗൈസ്, പക്ഷേ യുനോ അതിൻ്റെ ആവശ്യമില്ല. ഭയങ്കര പാടാണ് ഒക്കെ കൂടെ അങ്ങോട്ട് ചുമക്കാനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഇയർഫോൺ ഉണ്ട്, ബാഗ് മുമ്പിലും പുറകിലും. गाइस इसमें 2 आ गया. अब एक काम करो, सेपरेट रखो. हाँ ये नहीं होगा, कड़क नहीं होगा. कंडा तो उड़का है. 2 3 ये मम्मी पापा के अच्छा चिप्स है, हेल्दी. देखो कौन सा फ्लेवर है. एक पागलक चिप्स, कीनोवा चिप्स, ओट्स एल्ला हेल्दी. ये प्रोटीन बार ആണ് ട്ടാ. രാഗിയുടെ 2 പ്രോട്ടീൻ. और ये तीनों मंच है ना, मंच ഉണ്ടാവൂല पर्क मंच അതുപോലെയാണ്, പക്ഷെ പ്രോട്ടീൻ ഉണ്ട്. ചോക്ലേറ്റ് മാംഗോ കുക്കീസ് ക്രീം. ठीक है. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തരണം കേട്ടാ. ഇത് ഏത് ഭാരി ഇറക്കണം. അതിൽ കനാലും കുഴപ്പമില്ല. ഇത് നിങ്ങൾ കാട്ടാ മമ്മി, എനിക്ക് കുറെ ഉണ്ട് വേറെ. എല്ലാ പ്രോട്ടീനും നല്ല ടേസ്റ്റിയാണ്. ഇതേ പാലക്ക് ചിപ്സ്, കീനുവ ചിപ്സ്, ഓട്സ് ചിപ്സ് കഴിക്കും. എടുത്തോ, എന്താണ് 3 ഇത് തിന്നോണ്ടിരുന്നാ മതി കടിക്കാൻ തോന്നുമ്പോ. आपको कोई और फ्लेवर चाहिए हैं? രാഗി അല്ലെങ്കിൽ ബീട്രൂട്ട് ഉണ്ട് വേറെ, വേണമെങ്കിൽ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യണോ? മതി മതി, ഇത് കുറയില്ലേ? മതി മതി, താങ്ക് യു. നമുക്ക് ഇവിടെ ഉണ്ട് മാങ്ങാവിൽ. പപ്പ ഇങ്ങനെ കാണിക്കോ? ഞാനാണെന്നാ പൊതിയൽ ടൈം. ആദ്യം വേണ്ട, സമയത്തിന് മുമ്പൊക്കെ റെഡി ആയിരുന്നു. മതി, താങ്ക് യു. ഓക്കെ ഗൈസ്, ലെറ്റ്സ് പാക്ക്. ഇറ്റ്സ് ടൈം ടു ആക്കൽ ചക്ക. നോക്കട്ടെ, എടുത്തുണ്ട്. ട്രെയിനിൽ തുറക്കാൻ പാടില്ല. ഒരു കാര്യം ചെയ്യാ, ഞാന് ഇല്ല പപ്പ ട്രെയിനിൽ ഞാൻ പൈനാപ്പിൾ കഴിച്ചോളാം. ये बड़े वाले बैग में रख देती हूँ तो जगह भी मिलेगा मेरे को. അവിടെ പോയിട്ട് ഇല്ല, वो निकल जाएगा പപ്പ. പിന്നെ ഡബ്ബ ബാക്കി ഉണ്ടല്ലോ എനിക്ക്. ആയില്ലേ, ഇത്രയുള്ള കാര്യം. ചക്കക്കുരു ഉണ്ടല്ലോ ഒപ്പം. പുഴുങ്ങി തിന്നോ? ഓക്കെ, ഞാൻ അടക്കണ.
നമുക്ക് ഈ ചക്ക നമ്മുടെ വലിയ ബാഗിലാക്കാം. ഓക്കെ, അമ്മ കഴിച്ചോടേ, ഞാൻ വരാം. വേറെ എല്ലാം കൂടെ എടുത്തോളാം. മതി പപ്പ, ഇത് മതി. സെപ്പറേറ്റ് അതോ മതി. പൈനാപ്പിൾ പപ്പ മുറിച്ചിട്ടുണ്ട്, സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അതിനകത്ത്. അപ്പൊ അങ്ങനെ തന്നെ കുത്തി തിന്നാലോ. ഇന്ന് കഴിക്കാനുള്ള പൊതിച്ചോറ് ഏറ്റവും മുകളിൽ വെക്കാം. നല്ല ഹെൽത്തി ചിപ്സ് ആയിട്ട് രണ്ടുപേരും കഴിക്കണം കേട്ടാ. ഓയിൽഡ് അല്ല, ബേക്ക്ഡ് ആണ്. ഇത് നല്ലതാണ് കേട്ടോ, കുറച്ച് ടേസ്റ്റ് കൂടെ അജീബ് ലഗേഗ. പക്ഷെ പ്രോട്ടീൻ റാഗിയാണ്, ചോക്ലേറ്റ് ഫ്ലേവർ. ഓക്കെ, ഇത് നമ്മൾ കൊണ്ടുവന്ന ജാം ഗൈസ്, അത് അങ്ങനെ നമ്മൾ തിരിച്ചു കൊണ്ടുപോകും. ഐ മീൻ ഉണ്ട്, പകുതി ഉണ്ട് ഇതിനകത്ത്. വൈകിട്ട് കഴിക്കാം. അതാക്കണ്ട് ഗൈസ്, ഞാൻ ചെന്താ ആക്കണുണ്ട്. Then we have പൊതിച്ചോർ. അത് മതി, സ്ഥലമുണ്ട്. ഇനി എന്തെങ്കിലും കയറ്റണോ ഞാൻ? നൈനി അത് വേണ്ട, ഇതാക്കണ്ടേ? ടേസ്റ്റ് നാരങ്ങ വെള്ളം കലക്കുമ്പോ ഫ്രീസറിൽ വെച്ചല്ലേ, കണ്ടാ പനിയുടെ വില ഗുളിക വേണം. അതുപോലെ മമ്മി എനിക്ക് പറയുമ്പോ പനി വരും. എല്ലാരും കൊണ്ടോ മേൽക്കൊനി ചെയ്യാം. ഞാൻ കോഫ്സിൽസ് വെച്ചിട്ടുണ്ട്, പിന്നെ ഇത് ഇരിപ്പുണ്ട് വിക്സിന്റെ മണക്കം. അത് മതി. അതിനകത്ത് നമുക്ക് വെള്ളം മറക്കണം, കുടിക്കാൻ. ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ് ഇവിടെ വരെ എത്തിച്ചത്, മേടിച്ചില്ല. आവശ്യം തോന്നിയില്ല. एक तो ठंड है और पानी बहुत ज्यादा, मैं पीती नहीं. कितनी बार वॉशरूम जाना पड़ता है. ആരെ കൊണ്ട് പറ്റും മോളിൽ ഇറങ്ങാൻ. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഹാവ് ലഞ്ച്. ബാത്റൂമിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് അവോയ്ഡ് ചെയ്തു, പക്ഷെ മമ്മി എനിക്ക് തന്നു. പപ്പിക്കോളൂ. ഓക്കെ, ലെറ്റ്സ് ഗോ ആൻഡ് ഗെറ്റ് റെഡി. ഓക്കെ ഗൈസ്, ഞാൻ ഫുൾ ഡേ റെഡി ആയിട്ട് നമ്മൾ പോരായി. ബൈ ബൈ റൂം. നമുക്ക് വേഗം തന്നെ കാണാം. ഞാൻ കുറെ കൂടെ വൃത്തിയാക്കിയിട്ട് മമ്മിക്ക് ഇരട്ടിപ്പണി കൊടുക്കാണ്ടിരിക്കണം. ലെറ്റ്സ് ഗോ ഗൈസ്. ഓം നമഃ ശിവായ. സ്റ്റേഷൻ എത്തി. പപ്പ പോയേക്കണ പാർക്ക് ചെയ്യാൻ. ഞാനൊരു ഉറക്കം കഴിഞ്ഞു. അവിടെ കൂട്ടിയാൽ ബഡി സയാനി. നോക്കി നോക്കി ഞാൻ നല്ലതൊക്കെ മേടിച്ചെടുത്തിട്ട് വേഗം ക്യാമറയിൽ ക്യാപ്ചറായി. മൗണ്ടൻ ഡ്യൂ ഒക്കെ കുടിച്ച. ചേഴ്സ്. ഏതും സെയിം അവനെ ടേസ്റ്റ് ഒക്കെ കണക്കാണ് ഉണ്ടാക്കുന്നത്. അതെ അതെ, ഈ ഫാണ്ടാണ് മാറണത്. ഫാൻഡയും മെരൻ്റെ ഒക്കെ ഇത് ഓറഞ്ചിന്റെ. ഞാൻ കുടിക്കില്ല കേസ്, ഞാൻ നല്ല കുറ്റിയാ. ഓറഞ്ചിന്റെ ഞാൻ നല്ല കുറ്റിയാണ്. മിരിണ്ട അത് വേണ്ട, അത് ഇഷ്ടമല്ലല്ലോ എല്ലാവർക്കും. ഇത് രണ്ടുപേർക്കും ഇഷ്ടമല്ല. ഒന്ന് പോപ്പ, ഒന്നും കൂടെ ബ്ലോട്ടിങ് ഉണ്ടാക്കോളൂ. ഇത് പോണതല്ല, ഇത് പോയത് തിരിച്ചു വന്നതാണ് കൊമ്മള. നമുക്ക് ഗ്യാസ്, ഇത് ഒന്നും കൂടെ ഗ്യാസ് ഉണ്ടാക്കോളൂ. ഇതൊരു രസമാണെന്ന് മാത്രം കുടിക്കാൻ. ഞാൻ നല്ല കുറ്റിയാണ്. നോ, ഞാൻ ഇതൊന്നും കുടിക്കൂല. ഞാൻ നല്ല കുറ്റിയാ. ബൈ. കൊടുത്താ? ഓം നമഃ ശിവായ. ഇത് കുറച്ച് ചെറുതാണ് ബോസ്, കുറച്ച് ഹൈറ്റ് ചെറുതായിട്ട്. ഇതിൻ്റെ നമ്മൾ വന്ന പോലത്തെ അല്ല, കുറച്ച് ചെറുതായിട്ട്. കഴിഞ്ഞ ട്രെയിനെക്കാട്ട് കുറച്ച് വലിയ സീറ്റായിട്ട് അതിനകത്ത് ഇച്ചിരി സ്പേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെനിക്ക് തോന്നണമെന്നാണെന്ന് അറിഞ്ഞൂടാ. എന്തെങ്കിലും ആവട്ടെ. ഞാൻ നല്ല നല്ല മൂവീസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് കാണട്ടെ, എന്നിട്ട് കുറച്ച് കിടന്ന് ഉറങ്ങും. എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനിരിക്കാം. എന്തായാലും 5 മണിയാണ്.
ഞാൻ ആദ്യം വേണ്ടെന്നാണ് വിചാരിച്ചത്. ബട്ട് പിന്നെ എനിക്ക് കൊതി വന്നു. ചൂട് ചൂട് सैंडविच ऑमलेट ऑमलेट सैंडविच कौन सा है देखा पोनी अभी आज कहा ചിലതിൽ സിപ്പ് ബ്ലോക്ക് ഉണ്ട് കേട്ടോ, പക്ഷെ ചിലതിലില്ല. ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിട്ടാ, പക്ഷെ നമ്മളിപ്പോൾ ഓട്ടോ പിടിച്ചിട്ടുണ്ട്. ഓൾറെഡി ഇപ്പോൾ സമയം ഒരു 12:15 ആയിട്ടുണ്ട് കേട്ടോ. 12:15 കഴിഞ്ഞു. നമ്മളെത്തുമ്പോഴത്തേക്കും ഒരു 12:15 കഴിയും. എന്തായാലും വണ്ടി ഇന്ന് പിന്നെ കുറച്ച് തിരക്കും കുറവായിരുന്നു കമ്പാരിറ്റീവ്ലി. സൺഡേ ആയിരുന്നുകൊണ്ടാണ് തോന്നുന്നു. പക്ഷെ എന്നാലും ഉണ്ട് അത്യാവശ്യം അപ്പുറത്ത് കേൾക്കുന്നില്ലേ. ഇനി അവിടെ വേഗം വെച്ചാൽ നമ്മുടെ ബാഗിൽ നിന്ന് ചക്കയൊക്കെ കുറച്ച് ഒലിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഞാൻ പോയി ചക്ക സ്മെൽ ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ വീട്ടിലെത്തി. ഞാൻ ഒടുക്കത്തെ കോക്രോച്ച് ബഹളം. ഇങ്ങനെ എനിക്ക് ചക്കയുടെ നല്ല മണം വന്നിട്ടുണ്ട് ബാക്കിൽ നിന്ന്. അപ്പോൾ നമുക്കതൊന്നും എടുത്ത് വേഗം ഫ്രിഡ്ജിൽ വെക്കാം. Oh my god. നാളെ ജിം ചെയ്യണം, എനിക്ക് വീണ്ടും സ്ട്രോങ് ആവണം. ഇതൊക്കെ ഫുൾ സാനിറ്റൈസ് ചെയ്യണം. യുനോ ഈ ബാത്റൂമിൽ പോണ അതേ ചെരുപ്പാണ് ആ ബാഗുകളിലൊക്കെ ചുറ്റി വയ്ക്കാറായ. ഓക്കെ, വേർ ഈസ് ചക്ക? എയർ ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ വച്ചത്. മര്യാദക്ക് അടച്ചില്ലായിരുന്നെന്നും തോന്നുന്നു. How dare you, Chaka, to Orgal? Come on, you can't do like that. ഇവിടെ നിന്ന് ഇച്ചിരി പതുക്കെ ലീക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഫൈൻ. ഫ്രിഡ്ജിലിരിക്കട്ടെ. പിന്നെ ഈ നാച്ചുറൽ കോക്രോച്ച് റെപ്ലറ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ ലെമൺ ഗ്രാസ് ഇല്ല, അതിൻ്റെയാണ്. ഇത് കുറച്ച് ഇതും അടിച്ചിട്ടേക്കാം, സോ ദാറ്റ് അവർ എൻ്റർ ചെയ്യരുത്. കാരണം ഇപ്പോൾ ഓൾറെഡി 1 മണി ആവാറായി. ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോണു. കുളിച്ചിട്ട് ഓഫ് കോഴ്സ്. അപ്പൊ ശരി ഗൈസ്, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. ഓക്കെ ഗൈസ്, എനിക്ക് നല്ല ഉറക്കം കിട്ടിയിട്ടാ. ഫൈനലി ഞാൻ നല്ലോണം കിടന്ന് ഉറങ്ങി. രാവിലെ ഞാൻ സൊമാറ്റോ പതുക്കെ ഡൗൺലോഡ് ചെയ്തു. നല്ല ഉത്തപ്പൊക്കെ ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചു. ബട്ട് റിമെമ്പർ, ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ 5 കിലോ കുറയണ വരെ ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കില്ല, ഇന്റൻഷനലി ചീറ്റ് ചെയ്യൂല. യെസ്, അതുകൊണ്ട് നാട്ടിൽ എത്ര കൺട്രോൾ ചെയ്തിരുന്നെന്ന് അറിയാമോ? ഞാൻ മമ്മിയും പപ്പയുടെ അവർ എത്ര പ്രാവശ്യം പറയണം നമുക്ക് കഴിക്കാൻ പോകാം. ഒരു പ്രാവശ്യം ഞാൻ പോയിരുന്നു കേട്ടോ. അതും ഇങ്ങനെ നോർമലായിട്ടുള്ള ഊണ് സദ്യയിൽ അങ്ങനെ അൺഹെൽത്തി ആയിട്ടുള്ള രീതിയിലല്ല ഒന്നും കഴിച്ചത്. ഉത്തപ്പം ഹെൽത്തിയാണ്, പക്ഷെ എന്നാൽ പോലും ഞാൻ അവോയ്ഡ് ചെയ്യാൻ മാക്സിമം. കാരണം ഒരു പ്രാവശ്യം മേടിച്ചാലേ ആ ഒരു തരം വരും. ഇടയ്ക്കിടയ്ക്ക് പിന്നെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കും. സോ നോ, നമ്മുടെ വീട്ടിലെല്ലാവരും കഴിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ബ്ലിങ്കിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം വീട്ടിലത്തെ കുറച്ച് സാധനങ്ങൾ ഇല്ലല്ലോ. നമ്മൾ പോണതിന് മുമ്പും കുറേയൊക്കെ തീർത്തിട്ടാണ് പോയിരുന്നത്. സോ ഞാൻ കാണിച്ചു തരാട്ടെ എന്തൊക്കെയാണ് മേടിച്ചേക്കുന്നത്. എക്സിന് നല്ല കനമുണ്ട്. സോ യെസ്, ഇത് ഞാൻ ഈ ഒരു പ്രോട്ടീൻ ബ്രെഡ്, ക്യൂക്കംബർ, ഗാർബേജ് ബാഗ്, മീഡിയം സൈസേ ആവശ്യമുള്ളൂ. വലിയതായിട്ടുള്ളത് എനിക്കുണ്ട്, അതെപ്പോഴും ഞാൻ ഫുൾ വീട് ക്ലീൻ ചെയ്യൂല, അപ്പോഴാണ് വലിയ ലാർജ് സൈസ് ആവശ്യം.
പ്രോട്ടീൻ ഓട്സ് ഇട്ടാ ബൈ ഡോക്ടേഴ്സ് ചോയ്സ് എന്ന് പറഞ്ഞിട്ട്. സോ ഇന്ന് ചെറിയ വെർഷൻ ഞാൻ മേടിച്ച് നോക്കാനായിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത്. കുറച്ച് ഓർഗാനിക്കലി ഗ്രോൺ നാടൻ തക്കാളി. യെസ്, നമ്മുടെ നാട്ടില് പപ്പ വളർത്തുന്നത് കണ്ടില്ല, അത് നമ്മളിവിടെ പൈസ കൊടുത്ത് മേടിക്കും. കുറച്ച് സവാള മേടിച്ചിട്ടുണ്ട്, കാരണം അതും തീർന്നു. നല്ല നല്ല ഫ്രഷ് ഐറ്റംസ് നമുക്ക് നടക്കും. ഇത് ഓർഗാനിക്കലി ഗ്രോൺ മല്ലിയല. സോ ഓർഗാനിക്കലി നോർമൽ ആയിട്ടുള്ളതും ഉണ്ട്. കുറച്ച് ഓർഗാനിക്കലി ആകുമ്പോൾ ഇച്ചിരി റേറ്റ് കൂടും, എന്നാലും പോട്ടെ, നല്ലത് തന്നെ. ഇതാണ് ഓർഗാനിക്കലി ഗ്രോൺ ക്യാപ്സിക്കം. അങ്ങനെ ഓർഗാനിക്കലി ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഇത് ലോറ. പെട്ടെന്ന് ബ്ലൂബെറീസിന്റെ ഒക്കെ റേറ്റ് കുറഞ്ഞു ഗൈസ്, എന്ത് പറ്റിയാവോ. 2 കവർ പാല് ടു മേക്ക് പനീർ, പിന്നെ ഒരെണ്ണം ഫോർ യോഗട്ട്, ഗ്രീക്ക് യോഗട്ട് ഉണ്ടാക്കാൻ. എനിക്ക് നോർമലി ഞാൻ തിളപ്പിക്കും എനിക്ക് വേണ്ടിയിട്ട്. ഈ ഓട്സ് ഒക്കെ ഇട്ട് കഴിക്കണ്ടേ നമുക്ക്, അതിന് വേണ്ടിയിട്ട്. യെസ്, അപ്പൊ ഇതാണ്ട നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ്. ഞാൻ ഇന്നലെ രാത്രി ഒന്ന് കുളിച്ചിട്ട് തല കഴുകിയിട്ടില്ല, ബട്ട് ഒന്ന് നല്ലോണം ബോഡി വാഷ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണം വന്നു ഗൈസ്. ഇപ്പോഴാ ഒരു മന്നിപ്പുണ്ട്, കാരണം ഞാനിങ്ങനെ എന്താ പറയാ ലേറ്റ് ആയിട്ട് എണീക്കൂല. ഇപ്പൊ ഞാൻ 9 മണിക്കാണ് എണീറ്റത് കേട്ടോ രാവിലെ, കാരണം രാത്രി ഇന്നലെ 1:30-1:45 ഞാൻ ഉറങ്ങിയപ്പോഴത്തേക്കും. സോ ഞാനിങ്ങനെ നമ്മൾ പറയില്ല സൂര്യൻ ഉദിച്ചതിന് ശേഷം എനിക്ക് ആ ഒരു സംഭവം ആകുമ്പോൾ എനിക്ക് കുറച്ച് മന്നിപ്പ് വരും. അത് ആ ഒരു ഇച്ചിരി ഹെവിനെസ് ഫീൽ ആവണേ. ഞാൻ ഒന്നും കൂടെ പോന്ന് ഫ്രഷ് ആവട്ടെ. പിന്നെ എനിക്ക് പുറത്തേക്ക് പോകാണ്ട് കുറച്ച് കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കാനുണ്ട് ഗൈസ്, അതെനിക്ക് ഇന്ന് തന്നെ ചെയ്ത് തീർക്കാൻ വേണം. പിന്നെ പോയി വന്നിട്ട് നമുക്ക് കുറേ എഡിറ്റിംഗ് വർക്ക് ഉണ്ട്, കാരണം ഞാൻ ഒന്നും വ്ളോഗ് ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ല നാട്ടിൽ വെച്ചിട്ട്. കാരണം വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ കുറേ നേരം പിടിക്കും ഗൈസ്, 5 to 8 hours. ഞാൻ പറഞ്ഞാൽ അത് മിനിമം ആണ് അത്ര എനിക്ക് പിടിക്കാറുണ്ട് കേട്ടാ. സോ അത്രയും മണിക്കൂർ ഞാൻ നാട്ടിലിരുന്ന് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന പിന്നെ എങ്ങനെ ഗൈസ് അവിടെ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ അവിടെ ഒന്നും അത്ര എഡിറ്റിംഗ് ചെയ്തില്ല. ഷോർട്സ് വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ അത് പെട്ടെന്ന് ഞാൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുമായിരുന്നു. അത് പിന്നെ അത്രയും സീനില്ല, എന്നാലും പോട്ടെ നോക്കാം. പക്ഷെ വ്ളോഗിന് അങ്ങനെ എനിക്ക് കണ്ടിന്യൂഷൻ വേണം, ആ ഒരു എന്താ പറയുക ലിങ്ക് ആയിട്ട് ഇരിക്കാനായിട്ട്. സോ അങ്ങനെ കേട്ടാ. ഓക്കെ, അപ്പൊ എന്താ സംഭവം, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വേഗം കഴിക്കും. എന്നിട്ട് ഞാൻ എന്താ വിചാരിക്കണം, ഞാൻ വിചാരിക്കുക പ്രോട്ടീൻ ബ്രെഡ് യൂസ് ചെയ്തിട്ട് പിസ്സ ഉണ്ടാക്കിയാലോ ഒന്ന്. യെസ്, അതാ വിചാരിക്കണം. രാവിലെ പിസ്സ, വാവ് ലൈഫ്. ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാം. സോ യെസ്, അപ്പൊ ഞാൻ വേഗം പിസ്സ ഉണ്ടാക്കട്ടെ. ഞാനിവിടെ 3 ബ്രെഡ് യൂസ് ചെയ്തിട്ട് അടിപൊളി പിസ്സ ഉണ്ടാക്കിയിട്ടാ ഗൈസ്. ഒരെണ്ണം 1 ലെയർ, ഒന്ന് ഡബിൾ ലെയർ ആയിട്ടുള്ളത് കേട്ടോ. സോ ചീസ് ഞാൻ വളരെ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ, സ്റ്റിൽ കുറച്ച് നല്ല പ്രോട്ടീൻ കിട്ടാനായിട്ട്. അലോങ് വിത്ത് ഞാൻ ഇവിടെ പോണ സമയത്ത് പ്രോട്ടീൻ മിൽക്ക് ഷേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഒരു സ്ട്രോബെറി, പിന്നെ ഒരെണ്ണം ഇരിപ്പുണ്ട് വനില. അപ്പം ഞാൻ വിചാരിച്ചു സ്ട്രോബെറി എടുക്കാമെന്ന്. ഇന്നെന്തായാലും ഇങ്ങനെ പോട്ടെ, നാളെ പോലെ എനിക്കൊരു പ്രോപ്പർ ഫുഡ് ആവശ്യമുണ്ട്. ആക്ച്വലി ഞാൻ ആലോചിക്കുക ദാൽ ചാവലിന് വേണ്ടിയിട്ടുള്ള റൈസും ദാലും കുതിർത്താൻ ഇടാം, എന്നിട്ട് ഞാൻ എൻ്റെ പണികൾ പുറത്തേക്ക് ചെയ്യാനായിട്ട് പോകാം എന്നുള്ളത്. നല്ല ചൂടുണ്ട്, ഞാൻ പോണോ വേണ്ടോ എന്നും കൂടെ ആലോചിക്കണുണ്ട്. പോയേ പറ്റൂ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ഭയങ്കര നീര് പിടിച്ച പോലെ അല്ലേ, എങ്ങനെ പിടിക്കാണ്ടിരിക്കും, 35 മണിക്കൂർ ട്രെയിനിൽ കുത്തിരിക്കും പറയാം. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ട്രെയിൻ ജേർണി ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. സോ ഇറ്റ്സ് ഓക്കെ. ആർക്ക് വേണം, ആർക്കൊക്കെ വേണം. എല്ലാവരും കഴിച്ചു. ബോൺ അപ്പറ്റിറ്റ്. സമയം 11 മണിയായി. എപ്പം മുതൽ വിഷമിരിക്കണം. ചേഴ്സ്. നൈസ്, കുഴപ്പമില്ല, നല്ല. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഗൈസ്, ഈ പ്രോട്ടീൻ ഷേക്കിൽ ഇത് റെഗുലർലി ഒന്നും ഞാൻ കുടിക്കൂല കേട്ടോ. എനിക്ക് നോർമലായിട്ട് വേ പ്രോട്ടീൻ നമ്മൾ എന്താ പറയുക സ്കൂപ്പ് ആഡ് ചെയ്ത് കുടിക്കണ പോലെ അല്ല ഈ ഒരു സംഭവം. ഇത് ജസ്റ്റ് ചില സമയത്ത് നമ്മൾ ചീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ രീതിയിൽ. ഇപ്പം നാട്ടിൽ റെഗുലർലി ഇല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഞാൻ ഇതുപോലത്തെ യോഗ ബാറിൻ്റെ എല്ലാം കുടിച്ചുകൊണ്ടിരുന്നത്. സോ യെസ്, അപ്പം ഇനി കുറേ നാളത്തേക്ക് അതല്ല എൻ്റെ നല്ല അതെന്താ സംഭവം വന്നെന്നറിയാമോ, നാട്ടിൽ വെച്ചിട്ട് എനിക്ക് മമ്മിയും പപ്പ ഉണ്ടാക്കാൻ ഫുഡ് കഴിക്കണം, അത് ഇത്തിരി കാർബ്സ് കൂടുതലാണ്. അപ്പം അത് കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലോ കാലറിപ്പെട്ട പ്രോട്ടീൻ കുടിക്കാൻ വേണം. അപ്പം അങ്ങനത്തെ രീതിയിലാണ് അതൊക്കെ കുടിച്ച് തട്ടിമുട്ടിയാൻ നിന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ കാലറി ഫുഡ്, ഹൈ പ്രോട്ടീൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫുഡ് അങ്ങനെയാണ് ഉണ്ടാക്കി കഴിക്കാൻ. സോ അങ്ങനത്തെ സീൻ വേണമല്ലോ. ഓക്കെ ഗൈസ്, ലെറ്റ് മീ എൻജോയ് ആൻഡ് പണികൾ നോക്കിയിട്ട് വരാം ഇന്നത്തെ ദിവസം. ഗോഡ്, പോയി വന്നിട്ട് എനിക്ക് കുറേ എഡിറ്റിംഗ് ഉണ്ട്. ഞാൻ രാവിലെ കുതിർത്താനായിട്ട് വെച്ചിരുന്നായിരുന്നു കേട്ടാ. ലെറ്റ്സ് മേക്ക് ഖിച്ചടി. കുറച്ച് ദ്വാരകയിൽ കൊണ്ടുവന്ന മസാല. വീട് ഫുൾ യു ക്യാൻ സീ ഫുൾ മെസ്സാണ്. പക്ഷെ ഇപ്പൊ ഞാൻ വൃത്തിയാക്കാമെന്ന് ഇരിക്കണില്ല ഗൈസ്, ബിക്കോസ് എൻ്റെ ഫുൾ ടാർഗറ്റ് തന്നെ
എൻ്റെ ഈവനിങ് ടൈം നന്നായിട്ട് വൈൻഡ് അപ്പ് ആയാലും ഗൈസ് എൻ്റെ നാളത്തെ ദിവസം ഞാൻ വിചാരിക്കണ പോലെ കറക്റ്റ് റൂട്ടീനിലാവുള്ളൂ. സോ ഇപ്പം ടൈം എത്രയായി? 6 മണിയാവാൻ പോകണം. അപ്പോൾ ഇത് വിസിലടിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ തൂത്തുവാരി തുടച്ചിടും. എന്നിട്ട് ഇത് കഴിക്കും. എന്നിട്ട് ഇത് കഴിക്കണം. യെസ്, എന്നിട്ട് ഇത് കഴിക്കും. കാരണം എനിക്ക് നല്ലോണം വിശക്കണുണ്ട്. സോ തൂത്തുവാരി തുടയ്ക്കുമ്പോഴത്തേക്കും ഇത് സെറ്റാവും. അത് കഴിഞ്ഞ് ഞാൻ പാത്രമൊക്കെ കഴുകി കഴിയും. പിന്നെ ഞാൻ എന്ത് ചെയ്യുമ്പോഴാണ് അത് ദഹിച്ചതിന് ശേഷം ഞാൻ കുളിക്കണത്? കാരണം ഇവിടെ ഗൈസ് ഇപ്പം സന്ധ്യ ടൈം വളരെ ലേറ്റ് ആവണം. സോ അതുകൊണ്ടാണ് ആനത്തപ്പുഴ ഞാൻ എന്തിനും ഇവിടെ വന്നിരുന്നേ. ഓക്കെ, അതുകൊണ്ടാണ് എന്താ പറയുക കുറച്ച് ലേറ്റ് ആയിട്ട് ഞാൻ വിളക്ക് കത്തിച്ച് നാമം ചൊല്ലണത്. സോ യെസ്, ഞാൻ എൻ്റെ എല്ലാം ഓൾമോസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആക്കും ഗൈസ്. എന്നിട്ടാണ് ഞാൻ വിളക്ക് കത്തിക്കണം. കാരണം വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നാമം ചൊല്ലണ ടൈം എനിക്ക് കുറച്ച് വേണം. സോ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൂടുതൽ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. പിന്നെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ വല്ല ഓവർനൈറ്റ് ഓട്സ് സോക്ക് ചെയ്യേ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് സീൻ. വേറെ അങ്ങനത്തെ സീനില്ല. ആക്ച്വലി എനിക്ക് നമ്മുടെ ട്രാവൽ ബാഗ് അത് സാനിറ്റൈസ് ഒക്കെ ചെയ്യണം, കുറേ ഉണ്ട്. പക്ഷെ എനിക്ക് എന്താ പറയുക അൺപാക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിലല്ല ഞാനിപ്പോൾ. ബിക്കോസ് എനിക്ക് കുറേ വർക്ക് ലോഡ് ഉണ്ട് ഗൈസ്, കുറേ എഡിറ്റിംഗ് ഉണ്ട്, യുനോ ക്ലീനിങ് ആൻഡ് അതിനകത്തോട്ടൊക്കെ കിടക്കാം. സോ അതുവരെ നമ്മളിങ്ങനെ കൂറ കുത്തി നിൽക്കും. യെസ്, ഐ തിങ്ക് ഐ ഷുഡ് വാഷ് മൈ ഹെയർ വെറുതെ. കാരണം ഇത് ഇപ്പോഴും ആ ട്രെയിനിൽ അതേ നല്ല വൃത്തിയുള്ള ബാത്റൂമിലൊക്കെ പോയതിന് ശേഷമുള്ള ഹെയർ ഒക്കെ. സോ എനിക്ക് അല്ലെങ്കിൽ തന്നെ ഒരു ഗിജിമിജി തോന്നാറുണ്ട്. സോ നാളെ എന്തായാലും എൻ്റെ ഹെയർ വാഷ് ഡേ ആണ്. ബട്ട് സ്റ്റിൽ ഐ ഫീൽ ലൈക്ക് ഇന്ന് ഹെയർ വാഷ് ചെയ്യണോ വേണ്ടേ ചെയ്യണ്ടല്ലേ? നാളെ ചെയ്യാം, എന്തായാലും ചെയ്യണം. അപ്പം നാളെ ചെയ്യാൻ നല്ലോണം. ഞാൻ കുറച്ച് എടുത്തോണ്ട് വന്നു. എനിക്ക് ദേഷ്യം എന്നെ കണ്ട എന്റെ ഫുൾ അതുമുള്ള ഒരു ഫ്ലേവർ ഇത് കാരണം പോവും. ഇതെനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. ഞാൻ വീണ്ടും ഓയല്ലേ കൊണ്ടു. ഞാൻ പ്രോട്ടീൻ ഇൻടേക്ക് ഇത്തവണ പിന്നെ മാക്സിമം നോക്കിയിട്ടുണ്ടായിരുന്നു. എന്റെ നാട്ടിലായിരുന്നു. പക്ഷെ കാലറിയുടെ കാര്യത്തിൽ കുറച്ച് അപ്പം ഞാൻ ഈ ഒരു ലോ ഫാറ്റ് കേർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇതുവരെ തൈര് ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോഴത്തേക്ക് വേണ്ടി എനിക്ക് വേണം. ഇതാണ് നമ്മുടെ കിച്ചടി പ്ലേറ്റ്സ്. ഈ തൈരിന് പുളിയും ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് അച്ചാർ, ആക്ച്വലി ഞാൻ കുറച്ച് നാരങ്ങ പിഴിയാറുണ്ട്. പക്ഷെ തൈരിന് ഓൾറെഡി പുളി ഉള്ളതുകൊണ്ട് ഞാൻ പിഴിടില്ല. യാമി, ആൾക്ക് വേണം വേഗം ചെയ്തു. ആഫ്റ്റർ സോ മെനി ഡേയ്സ്, ഓ മൈ ഗോഡ്. ആഴ്ചയിൽ 3 പ്രാവശ്യം ഗൈസ് എൻ്റെ ഏതെങ്കിലും ഒന്നിലേക്ക് ലഞ്ച് അല്ലെങ്കിൽ ഡിന്നർ കണ്ടിപ്പാ കിച്ചടി തന്നെയാണ് കേട്ടോ. ബിക്കോസ് വെരി ഈസി, വെരി ടേസ്റ്റി, വെരി കംഫർട്ടിങ്, നല്ല ന്യൂട്രീഷനാണ്, നല്ല പ്രോട്ടീൻ കിട്ടും, ഒക്കെ കൊണ്ടും പെർഫെക്റ്റ്. നമ്മൾ വീണ്ടും നമ്മുടെ സ്ലിം ബ്യൂട്ടി റൂട്ടീനിലോട്ട് കിടക്കുന്നതാണ്. ഓക്കെ, അപ്പം ഞാൻ വേഗം തൂത്തുവാരട്ടെ, എന്നിട്ട് തുടച്ചിടട്ടെ. ഒന്ന് ഈ ഒരു അറ്റ്ലീസ്റ്റ് വിളക്ക് കത്തിക്കണ ഈ ഒരു ഏരിയയെങ്കിലും ഒന്ന് പോസിറ്റീവ് ആക്കട്ടെ. എന്നാലും സമാധാനമായിട്ട് എന്താ പറയുക ഐശ്വര്യത്തോടെ വിളക്കത്തിച്ച് നാമം ചൊല്ലാൻ പറ്റുള്ളൂ. അപ്പം ശരി.